അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തലാതത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലൈസ അലൈഹിം ഹിസാബ്, അവരുടെ മേൽ വിചാരണയില്ല, ഫീമാ തഇമു, അവർ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ മൂന്ന് വിഭാഗം ആളുകൾ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹു അവരുടെ വിചാരണ ചെയ്യുകയേ ഇല്ല. വിചാരണ എന്ന വലിയൊരു സംഗതിയാണല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നവരെ ഓരോ സെക്കൻഡിലും അയാൾ വന്നുപോയ എല്ലാ കാര്യവും അല്ലാഹു വിചാരണ ചെയ്യല്ലോ. വഇന്നാ അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. എല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലോ. എന്നാൽ മൂന്ന് വിഭാഗം ആളുകൾ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ വിചാരണ നടത്തൂല. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഹിസാബുണ്ട്, ഈ മൂന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാതെ. അപ്പൊ വിവാഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം, നമ്മൾ കഴിച്ച ഭക്ഷണം, വീട്ടിനകത്തുണ്ടാക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം, എല്ലാത്തിന്റെ കാര്യത്തിൽ ഹിസാബുണ്ട്. മൂന്ന് ഭക്ഷണങ്ങളൊഴികെ ഇൻഷാ അല്ലാ. ഏതൊക്കെയാണ് ആ ഭക്ഷണം? ഇദാകാന ഹലാല, ആ ഭക്ഷണം ഹലാലായാൽ കഴിക്കുന്ന മൂന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഹിസാബുണ്ടാവില്ല. ഒന്ന് അസ്വാഇം, നോമ്പുകാരൻ കഴിക്കുന്ന ഭക്ഷണം. നോമ്പുകാരൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ, അതിന്റെ കാര്യത്തിൽ വിചാരണ ഉണ്ടാവില്ല. വൽ മുതസഹിറു, അത്തായം കഴിക്കുന്ന ആൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും വിചാരണയില്ല. വൽ മുറാബിതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന ആളുകൾ, അവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും വിചാരണ ഉണ്ടാവില്ല. ആ ഭക്ഷണം ഹലാലാണെങ്കിൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്തായം ഇത്ര പുണ്യമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം? ചില ആളുകൾ അത്തായത്തെ അവഗണിക്കാറുണ്ട്. ചില ആളുകൾക്ക് അത്തായത്തെക്കാളും വലുത് ഉറക്കായി പോകാറുണ്ട്. ശ്രദ്ധിക്കാനാണ്. അതേപോലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തായത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തണമെന്ന്. അൻസാഇബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറഞ്ഞു, നിഅമസ്സുഹൂറു അത്തംറു, ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക എത്ര നല്ല 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 അത്താഴത്തിന്റെ ഭക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്താഴത്തിൽ ഈ കാരക്ക ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാ, പുണ്യനബിയുടെ സുന്നത്താ. മാത്രമല്ല വഖാല, അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു, അത്താഴത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തുന്ന ആളുകൾക്ക് യർഹമുല്ലാഹുൽ മുതസഹിരീൻ, അല്ലാഹു തആല അത്താഴം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് പുണ്യനബി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ ഉണ്ട്. റസൂലുള്ളാഹിന്റെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ലല്ലോ. അപ്പൊ ആ അത്താഴത്തിൽ ഈത്തപ്പഴം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ അത് അല്ലാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് കൂടെ അതിലേക്ക് ചേരുകയായി. യർഹമുല്ലാഹുൽ മുതസഹിരീൻ, അത്താഴം കഴിക്കുന്നവർക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന്, അല്ലാഹു ഗുണം ചെയ്യട്ടെ എന്ന്. ഇത് ആദ്യത്തെ 10 ആണല്ലോ, റഹ്മത്തിന്റെ 10. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ മനുഷ്യൻ ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നോമ്പിൽ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ ചെയ്യേണ്ട ഒരു കാര്യം അത്താഴം കഴിക്കുകയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യങ്ങളോട് പറയേണ്ടതുണ്ട്, വേഗം പോവാണ്. മാത്രമല്ല വസുന്ന, സുന്നത്തുണ്ട്. ഗസ്ലുൻ അൻ നഹ്വി ജനാബ, ജനാബത്തുണ്ടായ പിന്നെ കുളി നിർബന്ധമാണല്ലോ, വലിയ ശുദ്ധി ഉണ്ടായ. ജനാബത്ത് പോലത്തതിന് വേണ്ടി കുളിക്കുക. അപ്പൊ അല്ലാത്ത കുളിയാണെങ്കിൽ ആ കുളി. ഖബല ഫജ്രിൻ, സുബഹിയുടെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? അല്ല യസ്ലൽ മാഉ ഇലാ ബാത്തിനി ഉദുനിഹി ഔ ദുബരിഹി, വെള്ളം കുളിക്കുമ്പോൾ വെള്ളം ചെവിക്കകത്തോ അതേപോലെ ഉഹിയ ഭാഗങ്ങളിലൂടെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് സുബഹിയുടെ മുമ്പ് തന്നെ കുളിക്കൽ സുന്നത്താണ് നോമ്പുകാരന്. വസുന്ന, സി എച്ച് ഉസ്താദ് ആ കൂട്ടത്തിലായിരുന്നു, സുബഹിയുടെ മുമ്പ് കുളിക്കുന്ന കൂട്ടത്തിൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു സുന്നത്താണ്
വസുന്നത തയ്യിബുൻ വഖ്ത സഹരിൻ, അത്തായത്തിന്റെ സമയത്ത് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് സുഗന്ധദ്രവ്യം പൂശ, അല്ലെങ്കിൽ അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക എന്നതും സുന്നത്താണ്. രണ്ടാമത്തെ സുന്നത്ത്, നോമിന്റെ പ്രത്യേകമായ സുന്നത്ത് രണ്ടാമത്തത് തഅജീലു ഫിത്രിൻ. ഒന്ന് നമ്മൾ പറഞ്ഞു അത്തായം കഴിക്കുക, മറ്റതൊക്കെ നമ്മൾ അത്തായുമായി ബന്ധപ്പെട്ട വേറെ സുന്നത്തുകൾ പറഞ്ഞതാണ്. രണ്ട്, വതഅജീലു ഫിത്രിൻ, സമയമായാൽ നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അസ്തമയം ഉറപ്പായ പിന്നെ നോമ്പ് തുറക്കുക. അതും റസൂലുള്ളാഹിന്റെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം നോമ്പെറുക്കാന്ന് പറഞ്ഞ അർത്ഥം സമയമാണ് എന്റെ ഉമ്മന്റെ മഗ്‌രിബാങ്ക് കൊടുക്കാന്നല്ല. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. ഓരെല്ലാ ജനങ്ങളും നോമ്പും ബാത്തിലാക്കണമല്ല, ഫസാദാക്കണമല്ല. ഓല് മഗ്‌രിബിന് സാധാരണ സമയമാണ് അതിന്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് കൊടുക്കും, 5 മിനിറ്റ്. അതല്ല, അസ്തമയത്തിന്റെ സമയം ഉറപ്പാക്കി കഴിഞ്ഞാൽ തഅജീലു ഫിത്രിൻ. അങ്ങനെ ഒരുപാട് പള്ളിയുണ്ട് കേരളത്തിൽ. ഒരു വിഭാഗത്തിന്റെ പള്ളി അവൾ എപ്പോഴും മഗ്‌രിബ് നേരത്തെ കൊടുക്കും, സുബൈ വൈകിയും കൊടുക്കും. ഒരുപാട് ആളുകൾ നോമ്പത് മുഖേന ഫസാദായി പോകും. തഅജീലു ഫിത്രിൻ, അസ്തമയം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ വേഗം നോമ്പ് തുറക്കുക. വതഖദീം, അതും സുന്നത്താണ്. വതഖദീമുഹു അലസ്വലാ, ബാങ്ക് കൊടുത്താൽ നോമ്പ് മുറിക്കലാണോ ആദ്യം ചെയ്യേണ്ടതല്ല മഗ്‌രിബ് നിസ്കരിക്കുകയാണോ? വതഖദീമുഹു അലസ്വലാ, നോമ്പ് മുറിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ നിസ്കരിച്ചാൽ മതി. വകൗനുഹു ബിതംറിൻ, ഈ നോമ്പ് മുറിക്കുക എന്നത് കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ ആവുക, അത് സുന്നത്താണ്. ലിൽ അംരി ബിഹി, ഈത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമയമായാൽ വേഗം നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കലും തുറപ്പിക്കലും ഇതാ നമ്മുടെ വിഷയം. വൽ അക്മലു, നോമ്പ് തുറക്കുമ്പോ ഈത്തപ്പഴം ഉപയോഗിക്കുന്നതിന്റെ പൂർണ്ണമായ രീതി എങ്ങനെയാ? അയ്യകൂന ബിസലാത്തിൻ, 3 ഈത്തപ്പഴം അല്ലെങ്കിൽ 3 കാരക്ക കൊണ്ടാവുക. ഫഇല്ലം യജിദുഹു, കാരക്കയോ ഈത്തപ്പഴമോ അയാൾക്ക് കിട്ടിയില്ല എന്നാലോ ഫഅലാ ഹസവാതി മാഇൻ, അപ്പൊ പിന്നെ വെള്ളം കൊണ്ട്. അപ്പൊ നോമ്പ് വേഗം തുറക്കുക, അതുതന്നെ ഈ കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ ആവുക. അത് കിട്ടിയില്ല എങ്കിൽ പിന്നെ വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാ ഒരാളുടെ കയ്യിൽ ഈത്തപ്പഴുണ്ട്, പക്ഷെ ആ ഈത്തപ്പഴക്ക് കൊണ്ടുപോയി കൊടുത്തത് പലിശ ഇടപാടുമായൊക്കെ ബന്ധപ്പെട്ട ഒരാളാന്ന് വിചാരിക്കുക. പല ഭക്ഷണ വിതരണവും നടക്കുന്ന കൂട്ടത്തിൽ അയാൾക്ക് ഈത്തപ്പഴം കൊടുത്ത ഒരാൾ, പക്ഷെ അയാൾ പലിശ ഇടപാടുള്ള ആളാണ്, പലിശ വാങ്ങണ ആളാണ്. അപ്പൊ ഇയാള് ചിലപ്പോ അല്ലാത്ത പൈസ അയാളെ കയ്യിലുണ്ടാവും, പക്ഷെ ഇയാൾ തന്ന ഈത്തപ്പഴം ഏത് പൈസ കൊണ്ട് വാങ്ങിയാന്ന് അറിയില്ലല്ലോ. അപ്പൊ ശുഭത്തിന്റെ മുതൽ എന്ന് അതിന് പറയാം. അവ്യക്തതയുണ്ട്. അങ്ങനെയുള്ള ഈത്തപ്പഴം ഒരാളുടെ കയ്യിലുണ്ട്. പിന്നെ പച്ചവെള്ളം ഉണ്ടായല്ലോ മുമ്പിൽ. പച്ചവെള്ളം നല്ല ഹലാലായ പച്ചവെള്ളം, നമ്മളെ തന്നെ പൈസ കൊണ്ട് നല്ല ഹലാലായ പൈസ കൊണ്ട് കുത്തിയ കിണറിലെ വെള്ളം. അതായത് നമ്മൾ പറഞ്ഞല്ലോ നോമ്പ് തുറക്കാൻ ഈത്തപ്പഴമാണ് ശ്രേഷ്ഠത, ഈത്തപ്പഴമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. എന്നാൽ കയ്യിലുള്ള ഈത്തപ്പഴം ശുബഹത്തിന്റെ ഈത്തപ്പഴമാണ്, ശുദ്ധമായ വെള്ളമുണ്ട്. എന്നാൽ അന്നൽ മാ അഫ്ളൽ, വെള്ളമാണ് അഫ്ളല് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പൊ നോമ്പ് തുറക്കണ സമയത്തോ അത്തായം കഴിക്കുമ്പോഴൊന്നും ഹറാമിന്റെ ഭക്ഷണമോ ശുബഹത്തിന്റെ ഭക്ഷണമോ ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹറാമ് തീരെ പാടില്ല, ശുബഹത്തിൽ ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോ വേഗം നോമ്പ് തുറക്കുക. അത് കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ ആവുക. അതുതന്നെ 3 ഈത്തപ്പഴം അല്ലെങ്കിൽ 3 കാരക്ക ഉപയോഗിക്കുക ഒരാൾ. അതില്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം കൊണ്ടാവുക. ഒന്നുമില്ല പിന്നെ ഏതുകൊണ്ടും നോമ്പ് തുറക്കുക. ഏറ്റവും ശ്രേഷ്ഠം ഇതുകൊണ്ടാണ്. അല്ല പിന്നെ മുന്തിരിയാവാ, അങ്ങനൊക്കാവാം. നോമ്പ് തുറന്ന ഉടനെ പറയലും സുന്നത്താണ്. ഇതൊക്കെ നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്താണ്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയൽ സുന്നത്താണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക സുംതു, നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പ് നോറ്റത്. വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന ഭക്ഷണത്തിന്റെ മുകളിലാണ് ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്യുന്നത് റബ്ബേ എന്ന് പറയാം. അത് സുന്നത്താണ്.